അങ്ങനെ കരവാളൂർ നാട്ടിൻ്റെ അമ്മയുടെ ഉത്സവമായിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്യുന്നത് പോലെ ഇപ്പോഴും നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് എല്ലാ ദീപാലങ്കാരങ്ങളുടെയും വളരെ സവിശേഷമായിട്ട് തോന്നി. ഓരോ പ്രാവശ്യവും വളരെയധികം ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നി. ഏറ്റവും കൂടുതൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. ഞങ്ങളുടെ കരക്കാരുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് വളരെ മനോഹരമായിരുന്നു. ഞങ്ങളുടെ കരയിൽ ഒരുപാട് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം വളരെ നല്ല വിജയം കാഴ്ചവെച്ചു. ഒത്തിരി സന്തോഷത്തോടെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. സാധാരണ എല്ലാ പ്രാവശ്യവും ഉത്സവത്തിന് മഴ പെയ്യാറുണ്ടായിരുന്നു. ഇന്നത്തെ പ്രാവശ്യം മഴയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയോടുകൂടി ആസ്വദിക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമായി. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റി. പൊതുവെ ഇപ്രാവശ്യം ആളുകൾ വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം എല്ലാം നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നി. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, അമ്മയ്ക്ക് ഇനിയിപ്പം ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ നടന്നാണ് പോകുന്നത്. കണ്ണനും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുതിരമുട്ടിൽ ഞങ്ങൾ ചെന്നു. അവിടെ ചെന്നിട്ട് കുറേ കൂട്ടുകാരെയൊക്കെ കണ്ടു, കുട്ടികളെയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ കുതിരയുടെ മുമ്പിലാണ് ഞങ്ങൾ പോയത്, എടുപ്പ് കുതിരയുടെ മുമ്പിൽ. പിന്നെ അവിടെ അമ്പലത്തിൽ ഇരുന്ന് കുറച്ച് നേരം ഇരുന്നു. കുതിരയെ ആറാടിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. പിന്നീട് മേളഘോഷമായിരുന്നു. അടിപൊളിയായിട്ട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം കണ്ടു. ഇപ്രാവശ്യമാണ് ഇത്രയും മനോഹരമായിട്ട് അടുത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ട് ചെയ്യുകയും സന്തോഷിക്കുകയും. ഇതിപ്പോൾ കുതിരയെ ആറാടിക്കുന്ന രംഗമാണ്. കുതിരയെ ആറാടിക്കുന്നത് വളരെ പണിപ്പെട്ടുള്ളൊരു പ്രയാസം തന്നെയാണൊരു സംഭവമാണ്. പക്ഷേ ഇപ്രാവശ്യം കുതിരയുടെ അളവ് വലിയ ഒരു പൊക്കമുണ്ടായിരുന്നില്ല. എങ്കിലും ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ചന്ദ്രന് ഉദിച്ചിട്ടൊക്കെ നിന്ന ആ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കണക്ഷൻ, യൂണിവേഴ്സൽ കണക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതേപോലെയുള്ളൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ താളം, ഇനി അങ്ങോട്ട് പൂരത്തിൻ്റെ മേളമാണ്. കുട്ടികളൊക്കെ സന്തോഷിക്കുന്ന രംഗമാണ്. തനിഷയൊക്കെ അടിപൊളിയായിട്ട് അവർ നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുകയാണ്. അതുപോലെക്കൊപ്പം കിളിയുണ്ട്. അതേപോലെ എല്ലാവരും ചേർന്ന് അടിപൊളിയായിട്ട് സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ്. കുട്ടികൾ തനിഷയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് കരവാളൂർ അമ്പലത്തിൽ. കരവാളൂർ അമ്മയുടെ അനുഗ്രഹം ആ ഒരു സമയത്ത് വളരെ വലിയൊരു അനുഗ്രഹമായിരുന്നു. അഭിയുണ്ടായിരുന്നു. അഭിയും എല്ലാവരും കൂടെ കൂടിയപ്പോൾ നല്ലൊരു വൈബായിരുന്നു. കുട്ടികളെല്ലാം സന്തോഷമില്ല, ഉള്ളിലുള്ള സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം നോക്കിയിട്ട് അവരവരുടേതായ ആസ്വദിക്കുന്ന രംഗമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം, എൻ്റെ ചെറുപ്പത്തിൽ എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത്, അതായത് ഈ കുട്ടിത്വവും കാര്യങ്ങളും അപ്പോഴുണ്ടായിരുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം എനിക്കും മറക്കാൻ കഴിഞ്ഞു അവരോടൊപ്പം കൂടിയപ്പോൾ. ഒത്തിരി സന്തോഷമായി. ഒരുപാട് തനിഷമോളുടെ ഡാൻസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അവളെ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ അവൾ നല്ല ടയേർഡായി ഇത് കഴിഞ്ഞപ്പോഴത്തേനും. എന്നാലും ഓവറോൾ എല്ലാ കാര്യവും വളരെ മനോഹരമായിട്ട് കരവിളകുന്നു. വളരെയധികം സന്തോഷമായിട്ട് നമുക്ക് നൽകി, എല്ലാ അനുഗ്രഹങ്ങളും നൽകി. ഇനിയും പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഈ സന്തോഷത്തിനിടയ്ക്ക് കുടുംബത്തിലെ
ഒരുപാട് സന്തോഷമായി. താങ്ക് യു സോ മച്ച്. യൂണിവേഴ്സിനോട് നന്ദി പറയാണ്, കരോളൊരു അമ്മയോട് നന്ദി പറയാണ്. ഒത്തിരി സന്തോഷമായി. ഇനിയും വരുന്ന വർഷങ്ങളിലെല്ലാം തന്നെ ഒത്തൊരുമയോടുകൂടി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് അമ്മ.